അമേഠി മണ്ഡലത്തിൽ നിന്നാണ് സ്മൃതി ഇറാനി വൻ മാർജിനിൽ പരാജയപ്പെട്ടത്. മുൻ കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടയും ബീഹാറിലെ ആറയിൽ നിന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി RK സിംഗും പരാജയപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ഇവരുടെ ഭരണ മികവ് മറ്റേതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. സിനിമ, സീരിയൽ രംഗത്തു നിന്നും രാഷ്ട്രീയത്തിലെത്തിയ സ്മൃതി ഇറാനി വളരെ പെട്ടെന്ന് തന്നെ BJPയുടെ മുഖമായി മാറിയിരുന്നു. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ മുണ്ട ഗോത്രവിഭാഗത്തിൽപ്പെട്ട BJPയുടെ പ്രമുഖ നേതാവാണ്. മുൻ IAS ാണ് രണ്ടാം മോദി സർക്കാരിൽ ഊർജ്ജ സഹമന്ത്രിയായിരുന്ന RK സിംഗ്. നിലവിൽ രാജ്യസഭാംഗങ്ങളായ BJP നേതാക്കളായ സർബാനന്ദ സോനോവാൾ, വിവേക് ഠാക്കൂർ, ജ്യോതിരാദിത്യ സിന്ധ്യ, പീയൂഷ് ഗോയൽ എന്നിവർ നിയമസഭയിലേക്ക് വിജയിച്ചിട്ടുണ്ട്. ഇവർ രാജിവെക്കുന്ന ഒഴിവുകളിൽ ഏതെങ്കിലും സീറ്റുകളിൽ സ്മൃതി ഇറാനി, അർജുൻ മുണ്ട, RK സിംഗ് എന്നിവരെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.